ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രിയ പരമ്പരയുടെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ഉദയഭാനുവിൻ്റെ കള്ളത്തരം നമ്മുടെ ആനന്ദ് കയ്യോടെ തെളിവ് സഹിതം ദേവമംഗലത്തെ എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കടയിൽ ഉദയഭാനു വീണ്ടും വരുന്നുണ്ട് ദേവിയെ കാണാനെന്ന വ്യാജേന. കഴിഞ്ഞ 2 തവണയും താൻ ഗോമതി സ്റ്റോറിൽ ചെന്നെങ്കിലും തനിക്ക് അവിടെ നിന്നും 10 പൈസ പോലും എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇത്തവണ അങ്ങനെയല്ല, എന്തായാലും കാശും കൊണ്ടേ പോകൂ എന്നൊരു ഉറച്ച മനസ്സോടു കൂടിയാണ് ഉദയഭാനു കടയിൽ ചെല്ലുന്നത് കേട്ടോ. അപ്പം അതുപോലെ ഉദയഭാനു കടയിൽ ചെല്ലുമ്പം നമ്മുടെ ബാലൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ ആകാശമില്ലാത്ത സമയത്താണ് ചെല്ലുന്നത്. രാമേട്ടനാണെങ്കിൽ ഉദയഭാനു കൂടെ ദേവിക്ക് കൂട്ടായിട്ടുണ്ടല്ലോ എന്നും കരുതി പെട്ടെന്ന് തന്നെ ചായ കുടിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ദേവി ചോദിക്കുന്നുണ്ട്, അച്ഛനിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, എന്തോ കള്ളത്തരവില്ലേ എന്ന് ചോദിക്കാം. അപ്പം ഉദയഭാനു പറയും, മോളെ നീ ഇങ്ങനെ അച്ഛനെ സംശയിക്കരുത്. എൻ്റെ മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഈ അച്ഛൻ പ്രവർത്തിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കെൻ്റെ മോളെ കാണാനായിട്ട് ഞാൻ ഈ കടയിലേക്ക് വരുന്നത്. നീ ഇപ്പം ദേവമംഗലത്ത് പകലുണ്ടാകില്ല, നീ കടയിലായിരിക്കും. അപ്പം പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അച്ഛൻ്റെ ഈ സ്ഥിരമായിട്ടുള്ള വരവേ അതെനിക്ക് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരണമെന്നില്ല. എനിക്ക് അച്ഛനെ കാണാൻ കൊതിയുള്ളപ്പം ഞാൻ വിളിച്ചോളാം എന്ന് ദേവി പറയാം. എന്താ മോളെ നീ ഇങ്ങനെ? നിനക്ക് അച്ഛനോടും അമ്മയോടും ഇപ്പം വന്ന് തീരെ സ്നേഹമില്ല കേട്ടോ. ദേവമംഗലത്തുള്ളവരോട് മാത്രമേ നിനക്ക് സ്നേഹമുള്ളൂ എന്നൊക്കെ ഉദയഭാനു ആണെങ്കിൽ സങ്കടം ഭാവിച്ച് പറയണേ. പെട്ടെന്ന് ദേവി അടുത്ത് തന്നെ ഇരിക്കുമ്പം കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ബോധ്യമാകുന്ന ഉദയഭാനു പറയും, മോളെ നീ എനിക്ക് അന്ന് തന്നെ കൂടി 2 കൂടി ബിസ്ക്കറ്റ് കൂടി താടി എന്ന് പറയാം. അച്ഛന് കൊതിയായിട്ടല്ലേ ഇതൊന്നും മേടിച്ച് കഴിക്കാൻ. നിന്റെ അച്ഛൻ്റെ കയ്യിൽ കാശില്ലെന്ന് നിനക്കറിയാലോ, അതുമല്ല നിനക്ക് സാലറി കിട്ടി കാണുമല്ലോ എന്ന് ചോദിക്കാം. അങ്ങനെ വരട്ടെ, അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് സാലറി കിട്ടിയെങ്കിൽ ആ കാശ് മേടിച്ചുകൊണ്ട് പോകാനായിട്ടാണല്ലേ വന്നത് എന്ന് പറയാം. അങ്ങനെയല്ല മോളെ എന്ന് അപ്പോൾ ഉദയഭാനു പറയും, അച്ഛന് ഏത് ബിസ്ക്കറ്റാണ് വേണ്ടേ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം. എൻ്റെ സാലറിയിൽ നിന്നും അതിൻ്റെ കാശ് ഞാൻ ഈടാക്കിക്കോളാം എന്ന് ദേവി പറയാം. എന്നിട്ട് ഉദയഭാനുവിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പം പാവം തോന്നുന്ന ദേവി 2 കൂടെ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തേക്കാന്ന് കരുതി അങ്ങോട്ട് മാറുന്ന തക്കം തൂക്കി ഉദയഭാനു പതിവ് പോലെ തൻ്റെ പരിപാടി ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, മേശയുടെ ഡ്രോ തുറന്ന് അതിൽ പൈസ ഉണ്ടോ എന്ന് നോക്കുക. എല്ലാ തവണത്തെയും പോലെയല്ല, ഇത്തവണ അതിൽ കാശൊക്കെ കിടപ്പുണ്ട്. ഉദയഭാനു പെട്ടെന്ന് തന്നെ അതിലുള്ള 1 കെട്ട് പൈസ അങ്ങോട്ട് കയ്യിലേക്ക് എടുത്ത് അത് ദേവി കാണാതെ ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആനന്ദ് വ്യക്തമായിട്ട് തൻ്റെ ഫോണിൽ കൂടെ കാണുന്നുണ്ട്. അപ്പം കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് ഉദയഭാനു. അയാളാണ് ഇത്രയും നാളും പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. എന്തായാലും മകളും അച്ഛനും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണോ ഇത് എന്നൊക്കെയുള്ള ചിന്ത ആനന്ദിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉദയഭാനു കാശടിച്ചു മാറ്റിയതിന് ശേഷം പതിവ് പോലെ ഒന്നും ചെയ്യാത്തതുപോലെ ആ സ്റ്റൂളിൽ കയറിയിരിക്കേ. അപ്പോൾ ദേവി ബിസ്ക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കും. ദാ ഈ ബിസ്ക്കറ്റുമായിട്ട് ഇപ്പം തന്നെ പൊയ്ക്കോ എന്ന് ദേവി പറയാം. ഞാൻ കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കാൻ ദേവി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും വേണ്ട, അച്ഛൻ എന്നെ കാണാനായിട്ട് വന്നതല്ലേ, എന്നെ കണ്ടല്ലോ, ഇനി പൊയ്ക്കോ എന്ന് പറയാം. അപ്പോൾ ഇനി അധിക സമയം ഇവിടെ ഇരിക്കുന്നത് തനിക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുന്ന ഉദയഭാനു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇതേസമയം വൈകുന്നേരം ദേവമംഗലത്ത് വന്ന ദേവി പതിവ് പോലെ കണക്കുകളൊക്കെ നോക്കുക. അപ്പോൾ കണക്ക് നോക്കുമ്പം അതിലൊരു 10-20,000 രൂപയുടെ കുറവ് ഇത്തവണ വന്നിട്ടുണ്ട്. കുറച്ച് നാളുകളായി കടയിലെ കണക്കൊക്കെ കറക്റ്റായിട്ട് വന്നതാ. വീണ്ടും പൈസ പോയത് ദേവിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്താ സംഭവിച്ചത്, ആരാകും എടുത്തത് എന്നങ്ങനെ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ദേവി കണക്ക് കൂടി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുന്ന മീന് ചോദിക്കും, എന്താ എടുത്തി, എന്തു പറ്റി എടുത്തി, എന്താ ഈ ചിന്തിച്ച് കൂട്ടുന്നത് എന്ന് ചോദിക്കാം. അത് പിന്നെ മീനു എന്താ കാര്യം എന്ന് അപ്പം അടുത്തേക്ക് വന്ന് മിത്രയും ചോദിക്കുക, ഇന്നും കടയിൽ നിന്ന് പൈസ കാണാതെ പോയിട്ടുണ്ട്, കണക്കിൽ വ്യത്യാസമുണ്ടോ എടുത്തി എന്ന് ചോദിക്കാം. അതെ, 20,000 രൂപയുടെ വ്യത്യാസം കാണുന്നു. എനിക്കറിയില്ല, എടുത്ത് നോക്കിയതിൽ എന്തെങ്കിലും വശപ്പിച്ച് കണ്ടാകും. ഇതേ ഇങ്ങ് കാണിക്കുക, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മിത്ര മീനും കൂടി നോക്കുക. അവർ നോക്കുമ്പോഴും പൈസയിൽ വ്യത്യാസം കാണുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ട് ബാലനും അങ്ങോട്ട് വരിക. എന്താ ഇവിടെ ഒരു ചർച്ച, എന്താ മോളെ ദേവി പ്രശ്നം എന്ന് ചോദിക്കാം. അത് പിന്നെ ബാലച്ച ഇന്നും കടയിൽ നിന്നും പൈസ കാണാതെ വന്നിട്ടുണ്ട് എന്ന് പറയാം. മോൾ എന്താ ഈ പറയുന്നത്? അത് മോക്ക് തോന്നിയതാകും, കാശ് അവിടെ എവിടെയെല്ലാം ഉണ്ടാകൂന്നേ എന്ന് പറയാം. അപ്പോൾ ഗോമതിയും വന്നിട്ട് പറയും, തുടങ്ങിയോ വീണ്ടും കണക്കും കാര്യങ്ങളും? ഈ കണക്ക് നോട്ടം തുടങ്ങിയത് പിന്നെ എന്നും ടെൻഷനാണല്ലോ എന്ന് ഗോമതി ചോദിക്കുകയാണ്. പെട്ടെന്ന് ആനന്ദ് അങ്ങോട്ട് വരികയാണേ. ആനന്ദ് ചോദിക്കും, എന്താ കാര്യം എന്ന് ചോദിക്കാം. അത് പിന്നെ ആനന്ദ് ഇന്നും കടയിൽ നിന്നും പൈസ
പൈസ കാണാതെ പോയിട്ടുണ്ടെന്ന് ദേവിമോള് പറയുന്നത്. അതെവിടെ പോയെന്ന് ഇങ്ങനെ ചിന്തിക്കായിരുന്നു. ദേവിമോക്ക് തെറ്റു പറ്റിയതാകും, കടയിൽ തന്നെ ഉണ്ടാകും എന്ന് പറയാം. അത് കേൾക്കുന്ന ആനന്ദ് പറയും, ആ പൈസ കടയിലൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയാം. അതെങ്ങനെ നിനക്കറിയാം എന്ന് അപ്പം പെട്ടെന്ന് ഗോമതി ചോദിക്കുകയാണ്. അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയാം. കാശെടുത്തത് വേറെ ആരുമല്ല, ഇവളുടെ തന്ത ആ ഉദയഭാനുവ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ദേവി അവിടെ നിന്ന് കരയുവാണേ. പെട്ടെന്ന് ഗോമതി ആനന്ദിന്റെ അടുത്തേക്ക് വന്ന് ചെകിട നോക്കി ഒരു അടി കൊടുക്കുക. നീ എന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നത്? വായി തോന്നുന്നതൊക്കെ നിനക്ക് വിളിച്ചു പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് പറയാം. ദേ, ആളും തരവും നോക്കി വേണം സംസാരിക്കാൻ. ദേവിമോളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിന്റെയും അച്ഛൻ്റെ സ്ഥാനത്താ. അങ്ങനെയുള്ള ആ മനുഷ്യനെ അധിക്ഷേപിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? അല്ലെങ്കിൽ തന്നെ ഗോമതി സ്റ്റോറിൽ നിന്ന് പൈസ എടുക്കേണ്ട എന്ത് കാര്യമാ ഉദയഭാനു സാറിനുള്ളത് എന്ന് പറയാം. അപ്പോൾ ബാലനും വന്ന് ആനന്ദിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, ആനന്ദേ, നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആരാടാ പഠിപ്പിച്ചത്? ദേവിമോളോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് അവളുടെ അച്ഛനെ കുറ്റക്കാരനാക്കിയിട്ടല്ല എന്ന് പറയാം. പെട്ടെന്ന് മിത്രയും മീനും കൂടി പറയും, ആനന്ദേട്ടൻ ഇപ്പം ചെയ്തത് തീരെ ശരിയായില്ല. പാവം ദേവിയെടുത്തി ആനന്ദേട്ടനെ എതിർത്ത് ഒന്നും പറയില്ലെന്ന് കരുതി ആ ദേവിയെടുത്തോടുള്ള ദേഷ്യം തീർക്കാൻ സ്വന്തം അച്ഛനെ ബലിയാടാക്കുന്നത് നോക്കി നിൽക്കാൻ ആ പാവത്തിന് കഴിയുമോ എന്ന് ചോദിക്കാം. എല്ലാവരും തന്നെ വളഞ്ഞ് ആക്രമിക്കുന്ന കാണുന്ന ആനന്ദിനും നല്ല ദേഷ്യം വരിക. നിങ്ങൾക്കെല്ലാവർക്കും തെളിവ് വേണമല്ലേ? തെളിവ് ഞാൻ തരാം. ഇവളുടെ അച്ഛൻ ആ ഫ്രോഡ് ഉദയഭാനുവാണ്. ആ കടയിലെ കാശ് മോഷ്ടിച്ചതിനുള്ള തെളിവ് ഞാൻ തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ഗോമതി ചോദിക്കും, ദേ ആനന്ദേ, വായി തോന്നുന്നത് വെറുതെ വിളിച്ചു പറയരുത്. എന്ത് തെളിവാടാ നിന്റെ കയ്യിലുള്ളത്? ഈ പാവം ദേവിയെ ഇങ്ങനെ വേദനിപ്പിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ഇങ്ങനെയാണോടാ നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്? ഭാര്യയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അല്ലേടാ നിനക്ക് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഗോമതി അവിടെ നിന്ന് കരയാം. പെട്ടെന്ന് ബാലൻ മുന്നിലേക്ക് കയറി നിൽക്കും. എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത് എന്ന് ചോദിക്കാം. പെട്ടെന്ന് ആനന്ദാണെങ്കിൽ തൻ്റെ കയ്യിൽ ഫോൺ എടുത്ത് ഉദയഭാനു പൈസ മോഷ്ടിക്കുന്ന ദൃശ്യം എല്ലാവരെയും കാണിച്ചു കൊടുക്കുക. അത് കാണുന്ന ദേവി നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലനും ഗോമതിക്കും ഒന്നും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കോടീശ്വരനായ ഉദയഭാനു സാറിന് എന്തിനാ തങ്ങളുടെ കടയിലെ തുച്ഛമായ പൈസ എന്നുള്ള രീതിയിൽ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അപ്പം മീനും ഇത്രയും കൈ പൊത്തി നിൽക്കുക. ഉദയഭാനു സാറ് പൈസ മോഷ്ടിക്കോ എന്ന് ചോദിക്കാം. അപ്പം ബാലനാണെങ്കിൽ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ മോളെ, ഇതിനൊക്കെ അർത്ഥം എന്താ എന്ന് ചോദിക്കാം. അപ്പം ദേവി ഒരക്ഷരം മിണ്ടുന്നില്ല, അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. അപ്പം ഗോമതി ദേവിയുടെ സങ്കടം കാണുമ്പോൾ പറയും, എടാ, ഉദയഭാനു സാറ് സ്വന്തം കടയല്ലേ എന്ന് കരുതി കുറച്ച് പൈസ എടുത്തതിനാണോ നീ അദ്ദേഹത്തെ കള്ളനാക്കുന്നത്? അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യന് നമ്മുടെ കടയിലെ പൈസയുടെ എന്താവശ്യമുള്ളത് എന്ന് ചോദിക്കാം. അത് കാണുന്ന ആനന്ദ് പറയും, ഒരു വലിയ മനുഷ്യൻ, ഇവളോട് ചോദിച്ചു നോക്കുക, ഇവളുടെ അച്ഛൻ എന്തൊക്കെ മഹത്വങ്ങളാ ഉള്ളതെന്ന് ഇവള് തന്നെ പറഞ്ഞു തരും എന്ന് ആനന്ദ് എല്ലാവരോടുമായിട്ട് പറയാം. അപ്പം ആനന്ദിനെ പ്രതിരോധിക്കാൻ ഇനിയും തൻ്റെ കയ്യിൽ വാക്കുകളൊന്നും ഇല്ല എന്ന് ബാലനും ഗോമതിക്കും മനസ്സിലാകുകയാണ് കേട്ടോ. അപ്പോൾ ബാലനാണ് ചോദിക്കും, എന്താ മോളെ ഇതിനൊക്കെ അർത്ഥം? അച്ഛൻ പൈസ എടുത്തത് മോളോട് പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കാം. അപ്പോൾ അതിന് മറുപടി ഒന്നും പറയാതെ ദേവി അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. ദേവിയുടെ അവസ്ഥ കാണുമ്പം എല്ലാവർക്കും ഒരുപാട് സങ്കടം തോന്നുക. അപ്പോൾ ബാലനാണെങ്കിൽ ആ സന്ദർഭത്തെ ഒന്ന് ലഘൂകരിക്കാനായിട്ട് പറയും, ആനന്ദേ, അതവിടെ ഉപേക്ഷിക്കാം. ദേവിമോളുടെ അച്ഛൻ പൈസ എടുത്തത് എന്തേലും ആവശ്യത്തിന് എടുത്തതാകും. സ്വന്തം മകളുടെയും മരുമകൻ്റെയും കട അദ്ദേഹത്തിൻ്റെ കൂടി കടയല്ലേ, അങ്ങനെ അദ്ദേഹം കരുതി കാണുകയുള്ളൂ. ചിലപ്പം എന്നോട് പറയാൻ വിട്ടുപോയതായിരിക്കും. അതിനെ നീ ഇത്രയ്ക്ക് ഊതി വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ആനന്ദ് പറയും, എല്ലാവർക്കും ഇവളെ ഇപ്പോഴും വിശ്വാസമാണല്ലേ? എന്നാ കേട്ടോ, ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. അയാൾ എത്ര തവണ കടയിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? അന്ന് കാശെടുത്തത് പോലും മാമനല്ല, ഇവളുടെ അച്ഛൻ ആ ഉദയഭാനുവാ. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന്, ഇവൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പാവം മാമനെ കള്ളനാക്കി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് ആനന്ദ് പറയാണ്. അപ്പം ദേവി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാണുമ്പം എല്ലാവർക്കും ആകെ സങ്കടം വരികയാണേ. അപ്പം ബാലനും ഗോമതിയും ദേവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സമാധാനിപ്പിക്കുക, മോള് സങ്കടപ്പെടണ്ട, അച്ഛൻ ചിലപ്പം എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തതായിരിക്കും, ബാലേട്ടനെ വിളിച്ച് പറയാൻ വിട്ടുപോയതാകുമെന്നും പറഞ്ഞ് ദേവിയുടെ ഭാഗത്ത് തന്നെയാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത്. അപ്പം റൂമിലേക്ക് ദേവി ഓടിപ്പോവാണ്. അവിടെ നിന്ന് കരയുക. താൻ എന്ത് പറഞ്ഞ് തൻ്റെ അച്ഛനെ ന്യായീകരിക്കാനായിട്ട് സാധിക്കും? പറയാൻ പോയ സകല സത്യങ്ങളും പറയേണ്ടതായിട്ട് വരും എന്നൊക്കെയുള്ള ചിന്ത ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. ദേവിയാണെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ ആ വീട്ടിൻ്റെ റൂമിലിരുന്ന് കരയാണ് കേട്ടോ. ദേവമംഗലത്തെ തൻ്റെ സ്ഥാനം എന്നേക്കുമായിട്ട് അവസാനിച്ചു. ഏത് നിമിഷം വേണമെങ്കിലും തന്നെ ഇനി ഇറക്കി വിടും എന്നൊക്കെയുള്ള ചിന്ത വരിക. ഇതേ സമയം ബാലനും ഗോമതിയും ആനന്ദിനോട് പറയും, നീ ഈ പ്രശ്നം പെരുപ്പിച്ച് വലിയൊരു ഇഷ്യൂ ആക്കരുത്. ഇത് നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ദേവിയുമുള്ളൊരു പാവമാണ്, അവളെ നീ ഇങ്ങനെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ആനന്ദിനെ അവർ ദേവിക്ക് അനുകൂലമായ രീതിയിൽ തന്നെ സംസാരിക്കാനായിട്ടാണ് കേട്ടോ ശ്രമിക്കുന്നത്.
പറയുന്നത്. പക്ഷെ ആനന്ദ് രണ്ടും കൽപ്പിച്ച ദേവിയുടെ സകല കാര്യങ്ങളും ദേവമംഗലത്തെ എല്ലാവരെയും അറിയിക്കണം, ഇനിയും ദേവിയെയും ഉദയഭാനുവിനെയും വളരാൻ അനുവദിച്ചൂടാ എന്നൊരു തീരുമാനത്തിലാണ് കേട്ടോ എത്തി നിൽക്കുന്നത്. അതിന് പിന്നാലെ ദേവിയെ പറ്റിയുള്ള സകല കാര്യങ്ങളും ആനന്ദ് വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല ദേവിയുടെ കുഞ്ഞു പോയത് അലോക് കാരണമാണ് എന്ന് ആനന്ദും അറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ.